ഇന്ധനവില വർധന സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാൻ പുതിയ സർക്കാർ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ ആരംഭിച്ചതായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പെട്രോളിനും ഡീസലിനും അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉയർന്ന നികുതി ഈടാക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതം കുറച്ച് വില നിയന്ത്രിക്കാനുള്ള സാധ്യതകളാണ് സർക്കാർ പ്രധാനമായും പരിശോധിക്കുന്നത്. അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ സതീശൻ നടത്തിയ ഈ പ്രസ്താവന വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത്. നിലവിൽ തമിഴ്നാടുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ പെട്രോളിന് 5 രൂപയിലധികം വ്യത്യാസമുണ്ട്. ഇതര സംസ്ഥാനങ്ങൾ നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകിയപ്പോഴും കേരളം നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിമാറിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വി.ഡി. സതീശൻ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇന്ധന നികുതിയിൽ ഇളവ് നൽകുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ലഭിക്കുന്ന പ്രാഥമികമായ നിർദ്ദേശം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കിടയിലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് സതീശന്റെ പുതിയ ശൈലിയുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കെ.പി.സി.സി. അധ്യക്ഷൻ എന്നിവരുമായി ആലോചിച്ച് മന്ത്രിസഭയിൽ മികച്ച ഒരു ടീമിനെ നിശ്ചയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭയുടെ ആദ്യ തീരുമാനങ്ങളിൽ ഒന്ന് ഇന്ധനവില കുറയ്ക്കലുമായി ബന്ധപ്പെട്ടതാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി. നടത്തിയ വർഗീയ പ്രചരണങ്ങളെ സതീശൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മുസ്ലിം ലീഗ് യു.ഡി.എഫിലെ നിർണായക ശക്തിയാണെന്നും വിദ്വേഷ ക്യാമ്പയിനിലൂടെ ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് വർഗീയ ശക്തികൾ കൊണ്ടുപോകും. അതിനെ തടഞ്ഞു നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതേതര നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് വ്യക്തമാക്കിയ സതീശൻ വരാനിരിക്കുന്ന തലമുറകൾക്കായി സൗഹാർദ്ദ കേരളത്തെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി. വ്യക്തിപരമായി എന്നെ ഇഷ്ടമല്ലാത്തവർ സാമുദായിക സംഘടനകളിൽ ഉണ്ടാകാം. അവർ എനിക്കെതിരെ പറയട്ടെ, പക്ഷേ വർഗീയത പറയരുത്. കേരളത്തെ ഭിന്നിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല, സതീശൻ വ്യക്തമാക്കി. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. എന്നാൽ മതേതര കേരളമെന്ന പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകിയതും. അതിൽ ഒരു പോറലേൽക്കാൻ പോലും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇന്ധന നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ധനവില കുറയ്ക്കുന്നതിലൂടെ അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കാനും സാധാരണക്കാരുടെ കുടുംബ ബജറ്റിലെ ഭാരം ലഘൂകരിക്കാനും സാധിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. ധനസ്ഥിതി മോശമാണെന്ന് LDF പറയുന്ന സാഹചര്യത്തിൽ നികുതി കുറയ്ക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം എങ്ങനെ നികത്തും എന്നാണ് പുതിയ സർക്കാർ നേരിടുന്ന വെല്ലുവിളി. എങ്കിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായി നികുതി കുറയ്ക്കാൻ സതീശൻ ഉറച്ച തീരുമാനത്തിലാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDF യോഗം നാളെ നടക്കും. മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭരണത്തിന് പുതിയ മികച്ച വേഗത നൽകുന്ന ഒരു ടീമിനെ സതീശൻ അവതരിപ്പിക്കും. വകുപ്പ് വിഭജനത്തിലും ഇന്ധന വിലക്കയറ്റ നിയന്ത്രണ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലുമായി വി.ഡി. സതീശൻ തന്റെ ഭരണശൈലി വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ധനവില കുറയ്ക്കാനുള്ള നീക്കം നടപ്പിലായാൽ അത് പുതിയ സർക്കാരിന്റെ ഏറ്റവും വലിയ ജനകീയ വിജയമായി മാറും.